നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ ഹെയ്ത്തിക്കെതിരെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് വിജയിച്ചു കയറുമ്പോൾ ആ കളിയിലെ മികച്ച പ്രകടനം നടത്തിയവരുടെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടയാൾ മാത്യൂസ് കുഞ്ഞയാണ്. 2 ഗോളുകളാണ് അദ്ദേഹത്തിൻ്റെ വക. ഇപ്പോൾ ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകൻ പൗലോ കോബോസ് പറയുന്നു, ആഞ്ചലോട്ടി ആദ്യ മത്സരത്തിൽ അദ്ദേഹം വരുത്തിയ തെറ്റ് തിരിച്ച് അതിൻ്റെ ഫലമാണിത് എന്ന്. അതെന്താ? ആദ്യ മത്സരത്തിൽ വരുത്തിയ തെറ്റ് കുഞ്ഞയെ കളിപ്പിക്കാതെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇഗോർ തിയാഗോയെ കളിപ്പിച്ചു. അത് പിഴച്ചു. മൊറോക്കോക്കെതിരെ ശരിക്കും കുഞ്ഞ കളിക്കണമായിരുന്നു. സോ അദ്ദേഹത്തെ കളിപ്പിക്കാതെ പകരം ഇഗോർ തിയാഗോയെ സ്റ്റാർട്ട് ചെയ്യിച്ചതിൻ്റെ പ്രശ്നമാണ് ബ്രസീൽ അനുഭവിച്ചത് എന്ന് പറയുന്നു. വെറുതെ അങ്ങ് പറയുകയല്ല, അതിന് കുറേ കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. 2 ഗോൾ സ്കോർ ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ബ്രസീൽ കഴിഞ്ഞ മത്സരത്തിൽ ഇല്ലാത്തവണ്ണം മുന്നേറ്റ നിരയിലെ ഡിഫൻസിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ മിസ്റ്റേക്ക്, കുഞ്ഞയെ ഒഴിവാക്കി എന്നുള്ള മിസ്റ്റേക്ക് തിരുത്തിയതോടുകൂടി ബ്രസീൽ ടീമിന് കൂടുതൽ കരുത്തു വന്നു. ഇതൊരു ശരിയായ തീരുമാനമാണ്. പബ്ലിക് പ്രഷർ അത് ഒട്ടും ആഞ്ചലോട്ടി പരിഗണിച്ചതേയില്ല. പബ്ലിക്കിന് ഇഗോർ തിയാഗോയെ എൻട്രിക്കിനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യിക്കണമെന്നായിരിക്കും. പക്ഷേ മാത്യൂസ് കുഞ്ഞ ഈസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എൻട്രിക് ഫോർ ദി ബ്രസീലിയൻ നാഷണൽ ടീം. എൻട്രിക്കിനേക്കാളും അതല്ല ഈ പറയുന്ന ഇഗോർ തിയാഗോയെക്കാളുമൊക്കെ ബ്രസീൽ ടീമിന് ഏറെ പ്രധാനപ്പെട്ടവനാണ് മാത്യൂസ് കുഞ്ഞ. മാത്യൂസ് കുഞ്ഞ എന്ന് പറഞ്ഞാൽ ഒരു മോഡേൺ പ്ലെയർ എങ്ങനെയായിരിക്കണം, മോഡേൺ ഫുട്ബോളിൽ ഒരു പ്ലെയർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് മാത്യൂസ് കുഞ്ഞ. അദ്ദേഹത്തിൻ്റെ ടാക്ടിക്കൽ ഇൻ്റലിജൻസ്, ഗെയിം വിഷൻ, ടെക്നിക്ക്, സ്കില്ല് ആൻഡ് ഓൾ ഓഫ് ദാറ്റ് പുട്ടിങ് ദി കളക്റ്റീവ് എഹെഡ് ഓഫ് ദി ഇൻഡിവിജ്വൽ. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മികവെന്ന് പറയുന്നത്. അപ്പോൾ എൻട്രിക്കിന് എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യിക്കുന്നില്ല എന്നതിനെക്കുറിച്ചുള്ള വിവാദം ഇങ്ങനെ പുകയുമ്പോൾ പല മാധ്യമങ്ങളും കൊടുത്തിരുന്ന ഒരു കാര്യം, എൻട്രിക്കിൻ്റെ കാര്യത്തിൽ കാർലോ ആഞ്ചലോട്ടി ഒരൽപ്പം ഡിസപ്പോയിൻറ്റഡ് ആണെന്നും അദ്ദേഹം ഈ ടെക്നിക്കൽ കാര്യങ്ങളിൽ അത്രത്തോളം മികവില്ല, മാത്രമല്ല ഗെയിം അവയർനെസ് കുറവാണ്, ഒരു സിസ്റ്റത്തിൽ നിന്ന് അതനുസരിച്ച് കളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അത്തരം ഡിസിപ്ലിൻസ് കുറവുണ്ട് എന്നൊക്കെയാണ് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിന് നേരെ തിരിച്ചുള്ള ഒരാളാണ് മാത്യൂസ് കുഞ്ഞ. കുഞ്ഞ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കപ്പാസിറ്റി, ടീമിന് വേണ്ടി മികവ് പുറത്തെടുക്കാൻ അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. ടാക്ടിക്കൽ ഇൻ്റലിജൻസ്, ഗെയിം വിഷന്, സ്കില്ല്, ഇതെല്ലാം അദ്ദേഹം ഒരുമിച്ച് ചേർത്തുകൊണ്ട് ടീമിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഹെയ്ത്തിയെ പോലൊരു ടീമിനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ ആ കളിയിൽ തീർച്ചയായിട്ടും കുഞ്ഞ നടത്തിയിട്ടുള്ളത് വളരെ മികച്ച പ്രകടനമാണ്. ബ്രസീലിയൻ ദേശീയ ടീമിന് 6ാം ലോക കിരീടം വേണമെങ്കിൽ കുഞ്ഞയെപ്പോലുള്ള കൂടുതൽ താരങ്ങൾ ടീമിലുണ്ടായേ പറ്റൂ എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം. എന്ന് പറഞ്ഞാൽ കുറേ കുഞ്ഞന്മാർ മുന്നേറ്റത്തിൽ അതല്ല ഉദ്ദേശിക്കുന്നത്. ഗെയിം അവയർനെസ് ഉള്ള, ടാക്ടിക്കൽ സ്കില്ലുള്ള, ടീമിന് ആവശ്യമുള്ള രൂപത്തിൽ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന താരങ്ങളെയാണ് ആവശ്യം. അതാണ് കുഞ്ഞ എന്ന് പറയുന്ന താരത്തെ വ്യത്യസ്തനാക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.